ഡ്രോൺ പരിശോധന തുടങ്ങിയിട്ടുണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട്. 2 മണിക്കൂറിനകം ഇതിന്റെ റിസൾട്ട് ലഭിക്കുമെന്ന് ഇന്ദ്രബാലൻ പറഞ്ഞു എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. സന്തോഷ്. തീർച്ചയായും ഇതിന്റെ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂറിനകം തന്നെ അതിന്റെ റിസൾട്ട് ലഭിക്കും. ആ റിസൾട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇനി തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിരച്ചിലും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ രീതിയിൽ ആയിരിക്കും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ നിന്നുള്ള കുറച്ചുകൂടി വ്യക്തതയുള്ള ചിത്രങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആ ചിത്രങ്ങൾ ലഭിച്ചതിന് ശേഷമായിരിക്കും മുങ്ങൽ വിദഗ്ധർ അവിടെ ഇറങ്ങി പരിശോധന നടത്തുന്നത്. ഈ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ചിത്രം ഇതിന് നൽകാൻ കഴിയും. അതനുസരിച്ചായിരിക്കും ഇനിയുള്ള ദൗത്യം മുന്നോട്ട് പോകുന്നത്. നേരത്തെ തന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ അതിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. ഈ സംവിധാനം എത്തിച്ച് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ഐബോർഡ് ഉപയോഗിച്ച് ആദ്യം നദിയിൽ പരിശോധന നടത്തുക, ആഴത്തിൽ ഈ അർജുന്റെ ലോറി എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം പിന്നീട് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അവിടെ മുങ്ങി പരിശോധന നടത്തുക എന്നുള്ളതാണ് ആ പദ്ധതി തയ്യാറാക്കിയത്. ഈ ക്യാബിൻ കണ്ടെത്തി അതിൽ അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ അർജുനെ പുറത്തേക്ക് എത്തിക്കുക. പിന്നീട് മാത്രമേ ട്രക്ക് കരക്ക് കയറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ആ രീതിയിൽ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ എല്ലാ തരത്തിലുള്ള തിരച്ചിലും കാര്യങ്ങളും എല്ലാം തന്നെ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ 7 മണിക്ക് തന്നെ ഈ ദൗത്യ സംഘം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരുന്നു. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. സന്തോഷം, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം, ഇപ്പോൾ ഈ ഡ്രോൺ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. 2 മണിക്കൂറിനകം തന്നെ ഇതിന്റെ റിസൾട്ട് ലഭിക്കുമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറയുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ന് രാവിലെ NDRFന്റെയും ഒപ്പം തന്നെ നേവിയുടെയും മുങ്ങൽ വിദഗ്ധർ നദിയിൽ ഡെങ്കി ബോട്ടിൽ പോയി പരിശോധന നടത്തിയിരുന്നു. അപ്പോഴവർ ഈ പരിശോധനയ്ക്ക് ശേഷം നേവിയുടെ മുങ്ങൽ വിദഗ്ധർ തിരിച്ചു വരികയും അവർ പറഞ്ഞത് ഈ ഒരു അടിയൊഴുക്ക് അതിശക്തമാണ്, പുഴയിൽ ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ്, അതുകൊണ്ട് തന്നെ ഈ അടിയിലേക്ക് പോവുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമാണ് എന്നുള്ള ഒരു വിവരം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഡൈവിംഗ് വിദഗ്ധർക്ക് പുഴയുടെ അടിയിലേക്ക് പോകാൻ കഴിയുമോ? അതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ആദ്യം ഈ ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധന നടത്തി അതിന്റെ വ്യക്തതയുള്ള ചിത്രങ്ങളും കാര്യങ്ങളും ലഭിച്ചതിന് ശേഷം മുങ്ങൽ വിദഗ്ധർ അവിടേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ അതിശക്തിയേറിയ ഒഴുക്കിനെ പ്രതിരോധിച്ചുകൊണ്ട് മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ എത്തി ക്യാബിൻ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മഴയും ഒഴുക്കുമെല്ലാം തന്നെ ഇന്നലെ തന്നെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള ചില കാര്യങ്ങൾ, അതായത് ഒഴുക്കുൾപ്പെടെ നിയന്ത്രിച്ചു നിർത്താനുള്ള സംവിധാനങ്ങൾ കൂടി അവിടെ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയൊക്കെയാണ് കോസ്റ്റ് ഗാർഡിന്റെ സഹായം കൂടി തേടി. സന്തോഷാണ് ഷിരൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡ്രോൺ പരിശോധന, അത്യാധുനിക സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നു. കൃത്യമായി ലോറി എവിടെയാണ് പുഴയ്ക്കുള്ളിൽ എന്ന് ഈ പരിശോധനയിലൂടെ തിരിച്ചറിയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 മണിക്കൂറിനകം തന്നെ ഇതിൻ്റെ റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് റിട്ടയർഡ് മേജർ ജനറൽ, അദ്ദേഹമാണ് ഈ ദൗത്യസംഘത്തിന് നേതൃത്വം നൽകുന്നത്, അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. 2 മണിക്കൂറിനകം തന്നെ ഇതിൻ്റെ റിസൾട്ട് ലഭിക്കും. അതായത് കൃത്യമായ ഒരു ചിത്രം എവിടെയാണ് ഈ ലോറി ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ എത്രമാത്രം മണ്ണും ചെളിയുമെല്ലാം ഈ ലോറിയിൽ അടിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷമായിരിക്കും നേവിയുടെയും ഒപ്പം തന്നെ NDRFന്റെയും മുങ്ങൽ വിദഗ്ധർ ഈ പുഴയുടെ അടിത്തട്ടിലേക്ക് പോവുക. ഇപ്പോൾ രാവിലെ ഇവർ പരിശോധന നടത്തിയിരുന്നു. നേവിയുടെ ഉദ്യോഗസ്ഥരും NDRFന്റെ ഉദ്യോഗസ്ഥരും, അതായത് മുങ്ങൽ വിദഗ്ധർ ഡെങ്കി ബോട്ടിൽ പോയി അവിടെ പരിശോധന നടത്തിയിരുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ മുകൾ തട്ടിൽ കാണുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അടിയൊഴുക്കാണ് താഴ്ഭാഗത്ത് എന്നുള്ളത്.